പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ദൈവിക കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നാം ദൈവവചനം വായിക്കുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു. ദൈവം ആർക്കു വേണ്ടിയാണ് കരുതുന്നത്? ദൈവം എല്ലാവർക്കും വേണ്ടി കരുതുമോ? നാം ദൈവത്തിൻ്റെ വചനം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് സഞ്ചരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം ഏലിയാവിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അന്നത്തെ ആത്മീയവും രാഷ്ട്രീയപരവുമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ താൻ ശബ്ദിച്ചതിന് ശേഷം ദൈവിക ഗൈഡൻസ് അനുസരിച്ച് താൻ കെരീത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ തൻ്റെ ദാസന് വേണ്ടി ദൈവം അവിടെ ഒരുക്കുവാനിടയായി തീർന്നു. ചില നാളുകൾ കെരീത്തിൽ താമസിച്ചതിന് ശേഷം താൻ അവിടെ നിന്ന് സരേഫാത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കരുതൽ തനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാൻ തയ്യാറായാൽ ദൈവിക കരുതലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കളുമായിട്ട് മോശ കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയുടെ മധ്യത്തിൽ ദൈവിക കരുതലുകൾ അവിടെ അനുഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചെങ്കടലിൻ്റെ നടുവിലും മാറായിലും അതുപോലെ മറ്റനേകം സാഹചര്യങ്ങൾ നാം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ഒരിക്കൽ അബ്രഹാമിൻ്റെ വീട്ടിൽ ദാസിയായിരുന്ന ഹാഗർ തൻ്റെ യജമാനത്തിയുടെ ചില കഠിനമായ വാക്കുകൾ നിമിത്തം, പ്രവൃത്തികൾ നിമിത്തം താൻ ആ വീട് ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കുവാനിടയായിത്തീർന്നു. അവൾ ആ വീട് വിട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ വഴിയാത്രയിൽ തടഞ്ഞതിന് ശേഷം തിരികെ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. പിന്നീട് മറ്റൊരു സാഹചര്യത്തിൽ ആ വീട് വിട്ട് അവൾക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. എന്നാൽ അവിടെ ദൈവം അവൾക്ക് വേണ്ടി, അവളുടെ കുഞ്ഞിനു വേണ്ടി ഒരു വലിയ നീരുറവ ഒരുക്കുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളിൽ നിന്ന് നാം എടുത്തടിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ കരുതൽ നമുക്കവിടെ അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ദൈവിക നിർണയപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം യാത്ര ചെയ്യാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി മരുഭൂമിയിലും നീരുറവ ഒരുക്കുവാനിടയായിത്തീരും. ലോത്ത് തനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ തൻ്റെ കണ്ണിന് ഇമ്പമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് താൻ അവിടെ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന വിവരം തൻ്റെ ദൂതന്മാർ മുഖാന്തരം ദൈവം ലോത്തിനോട് അറിയിപ്പാനും ലോത്തിനെ നിർബന്ധിച്ച് ആ പട്ടണത്തിൽ നിന്ന് ഇറക്കി ഒരു മലയിലേക്ക് ഓടിപ്പോകുവാനായിട്ട് ആവശ്യപ്പെടുവാനിടയായി. എന്നാൽ ലോത്ത് പെട്ടെന്ന് താൻ ദൂതന്മാരോട് സംസാരിക്കുകയാണ്, എനിക്ക് അവിടെ വരെ ഓടുവാനുള്ള കഴിവില്ല, ഞാൻ തളർന്നു പോകും, ഞാൻ ക്ഷീണിച്ചു പോകും, അതുകൊണ്ട് ഞാൻ മറ്റൊരു മലയിലേക്ക് ഓടുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനിടയായി. എന്നാൽ വളരെ താമസിക്കുന്നത് കൊണ്ട് ദൂതന്മാർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി വിടുവാനിടയായിത്തീർന്നു. തനിക്ക് ബോധിച്ച അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട തൻ്റെ കൺവീനിയൻസിന് അനുസരിച്ചുള്ള മലയിലേക്കാണ് താൻ ഓടിപ്പോയത്. എന്നാൽ അവിടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ അവിടെ തനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞ മലയിലേക്ക് താൻ ഓടിയിരുന്നെങ്കിൽ ഒരു ദൈവിക കരുതൽ, ഹല്ലേലൂയ, ദൈവം തനിക്ക് വേണ്ടി അവിടെ ഒരുക്കുമായിരുന്നു. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി ദൈവം കാണിക്കുന്ന മോറിയ ദേശത്തൊരു മലയിലേക്ക് പോകുമ്പോൾ
അബ്രഹാം ഒരിക്കലും പറഞ്ഞില്ല, എനിക്ക് അവിടെ വരെ യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല, ഞാൻ വൃദ്ധനാണ്, എനിക്ക് ശാരീരിക പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് അടുത്ത എവിടെയെങ്കിലും ഒരു മലയിൽ ഞാൻ ഇസഹാക്കിനെ യാഗം കഴിക്കാം എന്ന് ദൈവത്തോട് പറഞ്ഞില്ല. മറിച്ച് ദൈവം പറഞ്ഞ ആ സ്ഥലത്തേക്ക് താൻ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അത് നിമിത്തം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന് ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടതായി വന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഒരു കരുതൽ തനിക്ക് അവിടെ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രകൾ ഹല്ലേലൂയ ദൈവിക ഗൈഡൻസ് അനുസരിച്ച് ആയിരിക്കട്ടെ. ദൈവം പറയുന്നിടത്തേക്ക് നമ്മൾ യാത്ര ചെയ്യട്ടെ. ദൈവം പറയുന്നതിനനുസരിച്ചാകട്ടെ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ യാത്രകൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് us all. ആമേൻ.